ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളരെ വേദനിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അതായത് അവർ ഈ ഒരു സമയത്ത് ഒരു കർമ്മയിലൂടെയാണോ പോകുന്നത്, അതല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇന്നത്തെ റീഡിങ്. ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. നമുക്ക് നോക്കാം, നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ആ ഒരു വ്യക്തി ഇപ്പോൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഫോർ ഓഫ് പെനക്കിൾസ്, ടെമ്പറൻസ്, ത്രീ ഓഫ് വാണ്ട്സ്, ഫൂൾ, ഫോർ ഓഫ് കപ്സ്, ടു ഓഫ് പെനക്കിൾസ്. ഓക്കെ, നമുക്ക് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ ഒരു വ്യക്തി ഇപ്പോൾ, അതായത് ഇവരുടെ കറണ്ട് എനർജി വെച്ച് നോക്കുമ്പോൾ ഇവർ ഈ ഒരു സമയത്ത് ഒന്നും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാത്ത ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം ഈ ഒരു സമയത്തും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നല്ല രീതിയിലൊരു സ്വാർത്ഥ താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് ഈ വ്യക്തിക്ക് സ്വന്തമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ ഇവർ കൈവശം വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഈ ഒരു സമയത്തും ഈ ഒരു വ്യക്തി മാറാൻ തയ്യാറാകാതെ അവർ ചെയ്ത കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ പോലും അവർ അത് തെറ്റാണെന്ന് അവർ സ്വയം അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ടെമ്പറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു പക്ഷേ ഈ ഒരു വ്യക്തി സാമ്പത്തികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും, അതായത് അവർ കൈവശമാക്കിയ ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു വേദനയിലൂടെ നിങ്ങൾ ഒരുപാട് നാളുകളായി കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങളിപ്പോൾ എന്ത് വേദനയാണോ അനുഭവിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കുറച്ച് പതുക്കെ ആണെങ്കിലും നിങ്ങൾ ഇവിടെ ഹീലാകുമെന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പല കാരണങ്ങൾ, അതായത് നിങ്ങളുടെ സമ്പത്ത് തട്ടിയെടുത്ത എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ മാനസികമായി തകർത്ത എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ആ ഒരു വേദനയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും പുറത്തോട്ട് വന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ അവസ്ഥ ഇവിടെ താൽക്കാലികമാണെന്നാണ് കാണിക്കുന്നത്. കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ, അതായത് കുറച്ച് സ്ലോ ആയിട്ടാണെങ്കിലും നിങ്ങളിവിടെ ഹീലാകുമെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു ത്രീ ഓഫ് വൺസിൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. അത് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവരുടെ മാത്രം ചില കാര്യങ്ങൾ ഇവരുടെ മനസ്സിലുണ്ട്. അത് മാത്രമല്ല, കരിയറുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അവർ എവിടെ ഒരു യാത്ര ചെയ്യാൻ പോകുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, അതല്ലെങ്കിൽ പുതിയൊരു വഴി തേടണമെന്ന് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ഒരു സമയത്ത് ആലോചിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിക്കാതെ എടുത്തു പ്രവർത്തിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഇവർ ഇപ്പോൾ എന്തൊക്കെയോ പ്ലാൻ മനസ്സിലുണ്ട്. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ വേദനകൾ, അത് നിങ്ങളെ മാത്രമല്ല ഇവർ വേദനിപ്പിച്ചതായിട്ട് കാണിക്കുന്നത്, മറ്റ് പല വ്യക്തികളെയും ഈ ഒരു വ്യക്തി വേദനിപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു കർമ്മ ഇവർ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ അതിനൊരു സമയം അടുത്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോഴും അവർക്ക് ആ ഒരു കർമ്മ ഇവരെ ഇപ്പോഴും ബാധിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. അതായത് അതിനുള്ള സമയമായിട്ടില്ല, അത് വരുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്.
കൂടാതെ നമുക്കൊരു 4 ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ഫൂൾ കാർഡ് എന്ന് പറയുന്നത് മുന്നോട്ട് ഇപ്പോൾ ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ സ്വന്തമാക്കി വെച്ചതിന് ശേഷം എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവർക്ക് ഇതിലൂടെ ഒരു അബദ്ധം വരുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇവർ ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഒരുപക്ഷെ ഒരുപാട് സമ്പത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തി. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു വ്യക്തി എന്തോ ഒരു എടുത്തു ചാടുന്ന എനർജി കാണിക്കുന്നുണ്ട്. അതായത് നോക്കാതെ എടുത്തു ചാടുന്ന ഒരു എനർജി. അതിലൂടെ ഈ ഒരു വ്യക്തിക്ക് നഷ്ടങ്ങൾ 4 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് നഷ്ടങ്ങൾ ഇവർക്ക് സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവർ ഒരുപാട് കാലം കൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ട് അത് ഇപ്പോൾ സംഭവിച്ചതായിട്ടല്ല കാണിക്കുന്നത്, മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ മറ്റുള്ളവരിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണോ ഇവർ സ്വന്തമാക്കി വെച്ചത് അതെല്ലാം ഇവർക്ക് നഷ്ടപ്പെടുന്ന എനർജി കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല പഴയ കാര്യങ്ങളെ കുറിച്ച് ഇവർ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്തും അവർ ചെയ്ത തെറ്റുകളെ കുറിച്ച് അത് അവർ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവർ ചെയ്തതിൻ്റെ ഒരു കർമ്മ ലഭിക്കും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ ഈ ഒരു വ്യക്തി കടന്നു പോകും. കൂടാതെ പല നഷ്ടങ്ങളും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവർക്ക് ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ട ചില വ്യക്തികൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ ഈ ഒരു വ്യക്തിയിൽ നിന്നും അകലുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്കിവിടെ ഒരു അതായത് ഒത്തിരി നഷ്ടങ്ങൾ ഈ ഒരു വ്യക്തി ഏറ്റുവാങ്ങേണ്ടി വരുന്ന എനർജി കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് ഈ ഒരു നിമിഷം വരെ അവർ ചിന്തിച്ചിട്ടില്ല, പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ ചിന്തിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ ഒരു സമയത്താണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നതായിട്ട് കാണിക്കുന്നത്. കൂടാതെ 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇവർക്ക് ഒരു തീരുമാനം പോലും എടുക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ഇവർ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇവർ അകപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇവർക്ക് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം കുടുങ്ങിയ ഒരവസ്ഥ, അതായത് മുന്നോട്ടും പോകുവാൻ വയ്യ പിന്നോട്ടും പോകാൻ വയ്യ, ആ ഒരു അവസ്ഥയിൽ ഈ ഒരു വ്യക്തി സ്റ്റക്കായി പോകുന്ന എനർജി കാണിക്കുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവരെ പിടിമുറുക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അവർ തന്നെ ഇവരിൽ നിന്നും അകന്നു പോകുന്ന ഒരു എനർജിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് നോക്കുമ്പോൾ അവർ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇവർ മറ്റുള്ള വ്യക്തികളെ എന്തൊക്കെയോ തരത്തിൽ വിഷമിപ്പിച്ച് നിങ്ങളെ ഉൾപ്പെടെ വിഷമിപ്പിച്ച് ഇവരുടെ കാര്യം നോക്കി പോകുന്ന എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്താണ് ഇവരുടെ കർമ്മ ഇവരെ പിടികൂടുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഏത് രീതിയിലാണോ അവർ വേദനിപ്പിച്ചത് അതിൻ്റെ ഇരട്ടിയായിട്ട് ആ ഒരു വ്യക്തി വേദനിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിലൂടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.